ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു. ബംഗളൂരു FCയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ലിസ്റ്റൺ കൊളാസോയായിരുന്നു അവരുടെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിന്റെ 74-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോളാണ് ലിസ്റ്റൺ സ്വന്തമാക്കിയിട്ടുള്ളത്. അതാണ് മോഹൻ ബഗാന് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ബംഗളൂരു FC സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ പോയിന്റ് പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗളൂരു FC 3-ാം സ്ഥാനത്താണ് വരുന്നത്. 18 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റാണ് ബംഗളൂരു FCക്ക് ഉള്ളത്. അതായത് ബംഗളൂരു FCയുടെ ഷീൽഡ് പോരാട്ടം ഇപ്പോൾ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അവർക്ക് ഷീൽഡ് നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഷീൽഡ് റേസിൽ നിന്നും ഇപ്പോൾ ബംഗളൂരു FC പുറത്തായിട്ടുണ്ട്. പ്രധാനമായ 2 ടീമുകളാണ് ഉള്ളത്. ഒന്ന് മോഹൻ ബഗാനും 2 FC ഗോവയുമാണ്. മോഹൻ ബഗാൻ ഏറെക്കുറെ ഷീൽഡ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. 18 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റാണ് മോഹൻ ബഗാനുള്ളത്. 17 മത്സരങ്ങൾ കളിച്ച FC ഗോവക്ക് 33 പോയിന്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അടുത്ത മത്സരത്തിൽ FC ഗോവ വിജയിച്ചു കഴിഞ്ഞാൽ ഗോവയും മോഹൻ ബഗാനും തമ്മിലുള്ള ഒരു അന്തരം 4 പോയിന്റായി ചുരുങ്ങും എന്നുള്ളതാണ്. ഷീൽഡ് പോരാട്ടം മോഹൻ ബഗാനും ഗോവയും തമ്മിൽ അവസാനിച്ചിട്ടില്ല. പക്ഷേ മോഹൻ ബഗാന് തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അത്രയും മികച്ച ഫോമിൽ കളിക്കാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 6 മത്സരങ്ങളാണ് മോഹൻ ബഗാന് ഇനി ലീഗിൽ അവശേഷിക്കുന്നത്. ഏതായാലും ഷീൽഡിലേക്ക് മോഹൻ ബഗാൻ ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ അവർ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അതല്ല എങ്കിൽ അവർ അട്ടിമറി തോൽവികൾ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.